ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വിഷു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ? അതിനു മുന്നേ എല്ലാവരോടും ഞാനൊരു സോറി പറയുന്നു. വിഷു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു അല്ലേ, 2-3 ദിവസം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അന്ന് രാത്രി തന്നെ പരമാവധി അന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിതാ വിഷുക്കണി കണ്ടുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഞാൻ എൻ്റെ വിഷുക്കണി ഒരുക്കിയത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. പിന്നെ രാവിലെ പൃഥ്വിയേട്ടനാണ് ഫസ്റ്റ് എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് ഫസ്റ്റ് കണി കണ്ടത് പൃഥ്വിയേട്ടനാണ്. അതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചെണീപ്പിച്ചുകൊണ്ടെന്ന് കണി കാണിച്ചു. പിന്നെ ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിച്ച് കണി കാണിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല, നമ്മൾ കണി കാണുന്നതിനും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരും അമ്മമ്മയും ഏച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാവരെയും വിളിച്ചെണീപ്പിച്ച് കണി കാണിച്ചു. എന്നിട്ട് ഇതെല്ലാവരും ഇങ്ങനെ ഇരിക്കലാന്ന് കേട്ടോ. ദേവൂട്ടീനെ ഏറ്റവും ലാസ്റ്റാണ് എണീപ്പിച്ചത്. ആദ്യമേ എണീപ്പിച്ചിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും, അതുകൊണ്ട് ദേവൂട്ടിനെ ലാസ്റ്റ് എണീപ്പിച്ചു. അപ്പോൾ അപ്പവും നന്ദുവും കൂടി ഇതാ വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുവാന്ന് കേട്ടോ. സമയം ഒരു 5:15 5:20 ആയിട്ടുണ്ടാവേ. അങ്ങനെ പിന്നെ വെടിയെല്ലാം പൊട്ടിച്ച് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനും പൃഥ്വിയേട്ടനും ഇതാ മടപ്പുരക്കിൽ കണി കാണാൻ പോവാനേ. നമ്മളെ മുത്തപ്പൻ്റെ മടപ്പുരയില്ലേ, അപ്പോൾ അവിടെ കണി വെക്കും. അങ്ങനെ കണി കാണാൻ വേണ്ടി പോവാന്ന്. അപ്പോൾ നമ്മളിട്ട ഡ്രസ്സ് പയ്യന്നൂർ അമ്മ പിന്നെ വിഷുവിന് വാങ്ങി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സും അതെ, എല്ലാം നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തതാണേ. അപ്പോൾ അമ്മേൻ്റെ വിഷുക്കോടിയാണ് നമ്മൾ ഇട്ടത്. അങ്ങനെ ഇതാ മടപ്പുരയിലെത്തി. അപ്പോൾ മടപ്പുരയിൽ കണി വെച്ചിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഒന്നും ക്ലിയർ ഒന്നുമില്ല കേട്ടോ. ഞാനത് സൂം ചെയ്ത് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിന്, പക്ഷേ ക്ലാരിറ്റി ഒന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ വേഗം മടപ്പുരക്കിൽ തോതു. എന്നിട്ട് ചുറ്റെല്ലാം വന്നതിന് ശേഷം പിന്നെ നേരെ നമ്മൾ പോയത് അമ്മേൻ്റെ അടുത്ത് കണി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ സമയമായിട്ട് അമ്മയെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് നമ്മളെന്തേ പോവാത്തേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദേവൂട്ടി വിടാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിനെ ഞാൻ കുളിക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ കണി കാണാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് കണി കണ്ടു. അപ്പോൾ ഇതാണ് അമ്മ ഒരുക്കിയ കണി. അങ്ങനെ അമ്മേൻ്റെ അടുത്തുനിന്നും പ്രതീക്ഷേട്ടൻ്റെ കൈമൊന്നെല്ലാം കൈനീട്ടം കിട്ടി. അപ്പോൾ നേരത്തെ പറയാൻ മറന്നുപോയി, കണി കണ്ടപ്പാട് തന്നെ പൃഥ്വിയേട്ടൻ എല്ലാവർക്കും പിന്നെ കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഇടുന്ന് അമ്മയും പ്രതീക്ഷേട്ടനും കൈനീട്ടം തന്നു. പിന്നെ നേരെ നമ്മൾ അപ്പുറത്തേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാനേ കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടത്തിയമ്മേൻ്റെ കണി ഇതാണ് കേട്ടോ. പോയപ്പാടന്നെ ഇതാ ഇതൂരി ഇരുത്തിയിട്ട് തലയിൽ അരിയെല്ലാം ഇട്ടെടുത്തു. ഇങ്ങനെയാണ് കേട്ടോ ഈടെ കണി കാണുക. പിന്നെ നമ്മളൊരു പലകയിലിരുന്ന് തലയിൽ അരിയെല്ലാം ഇട്ടിട്ടാണ് കണി കാണുക. അങ്ങനെ ഇതൂട്ടിനെ നമ്മളൊരു സ്റ്റൂളുമ്മൽ ഇരുത്തിയിട്ട് ഏട്ടത്തിയമ്മ തലയിൽ അരിയെല്ലാം ഇട്ട് കൊടുത്തു, കണി കാണിച്ചു. എന്നിട്ട് കൈനീട്ടവും കൊടുത്തു കേട്ടോ. പിന്നെ നമുക്കും എല്ലാവർക്കും ഏട്ടത്തിയമ്മേൻ്റെ വക കൈനീട്ടം കിട്ടി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിഷുവിന് ഏട്ടൻ നാട്ടിലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ ഇതാണ് ഏട്ടത്തിയമ്മേൻ്റെ കണി. അങ്ങനെ പിന്നെ എല്ലാവരും ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി റെഡി ആയിട്ട് തന്നെയാണ് ഇപ്പുറത്തേക്ക് വന്നത്. അങ്ങനെ എല്ലാവരും കൂടെ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ഏച്ചി വന്നിട്ടുണ്ടായിട്ടില്ല, കാലിന് വേദന ആയതുകൊണ്ട് നടക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട് ഏച്ചി വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചുഴലി അമ്പലത്തിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ക്യൂ കാണുന്നത് പ്രസാദം വാങ്ങിക്കാനുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ വേഗം അമ്പലത്തിൻ്റെ ചുറ്റെല്ലാം വന്നു. പിന്നെ പ്രസാദമെല്ലാം വാങ്ങി. ഇത് അനുവിൻ്റെയും നന്ദുവിൻ്റെയും ഡ്രസ്സ് ഉണ്ട്, അതെല്ലാം മീഷോയിൽ വാങ്ങിയതാണ്. പക്ഷേ മാളുവിൻ്റെത് മാത്രം ഓർഡർ ചെയ്തത് വിഷുവിന് വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. വിഷുവിന് മുന്നേ വന്നിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് മാളുവിന് ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചുഴലി അമ്പലത്തിൽ തൊഴുതിന് ശേഷം നമ്മൾ നേരെ തിരുവമ്പാടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് തോടാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ആ തോട്ടിലില്ല, ചൂടല്ലേ ഭയങ്കരം. അങ്ങനെ തിരുവമ്പാടി അമ്പലത്തിലെത്തി. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം തൊഴുതു, അകത്തും കയറി തൊഴുതു. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പിന്നെ അമ്പലത്തിൽ നമ്പൂതിരി പായസം കൊടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ പിന്നെ പിള്ളേരെല്ലാവരും ആടെ ഇരുന്നിട്ട് പായസമെല്ലാം കഴിച്ചു. പായസം കഴിച്ചതിന് ശേഷം എല്ലാവരെയും ആടിയുള്ളൊരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അച്ഛൻ്റെ വീട്ടിലേക്കാണ്, അമ്മമ്മേനെ കാണാൻ വേണ്ടി. അങ്ങനെ അച്ഛൻ്റെ വീട്ടിൽ പോയി അമ്മമ്മക്ക് കൈനീട്ടെല്ലാം കൊടുത്തു. അമ്മമ്മ ചായ കുടിക്കലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നു. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെയും ഗൗരീൻ്റെയും വീടില്ലേ, ആടെ കയറി. അപ്പോൾ അവരെ കണിയാണ് കേട്ടോ ഇത്. അങ്ങനെ ആടന്നും കൈനീട്ടെല്ലാം കിട്ടി. പിന്നെ നമ്മളിതാ തൊട്ട് ഇപ്പുറത്ത് ഇളയമേൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഇളയമേൻ്റെ വീട്ടിലെ കണിയും കണ്ടു, ആടന്നും കൈനീട്ടം കിട്ടി. അങ്ങനെ ഇതാണ് ഇളയമേലെ ഒരുക്കിയ കണി. അങ്ങനെ എല്ലായിടത്തെയും കണിയും കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം പറയട്ടാ. ഇനിയിപ്പോൾ എന്തായാലും അടുക്കളയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതൊന്നും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ ഉച്ചക്കെല്ലാം റെഡി ആയിട്ടാകുമ്പോൾ കാണിച്ചു തരാൻ തോന്നും കേട്ടോ. അതിലിടക്ക് പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ചായയും കടിയിൽ ഏച്ചി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏച്ചി അമ്പലത്തിൽ വന്നിട്ടില്ല. അപ്പോൾ പിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏച്ചി ഇതാ നല്ല പിട്ടാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഒപ്പം കൂട്ടാൻ നമുക്ക് തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തമ്മേൻ്റെ എടുക്കുന്ന കൊണ്ടുവന്ന് പിന്നെ നമ്മൾ കണി വെക്കാൻ വാങ്ങിയ പഴവും ഉണ്ട്, അതും വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ആ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇതാ വേഗം ചിക്കനെല്ലാം വെള്ളത്തിലിട്ട് വെച്ചു. അത് തണുപ്പ് പോയതിന് ശേഷം വേഗം ഞാനും വൃത്തിയായിട്ടും കൂടെ അത് മുറിച്ചെടുത്തു കേട്ടോ. നമുക്ക് ഒന്ന് ഉപ്പും മുളകെല്ലാം കുറച്ച് നേരം പെരക്കി വെച്ചാലല്ലേ നല്ലോണം പിടിക്കൂലോ. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് ഇതാ ചിക്കനെല്ലാം പിന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം മുറിച്ച് മസാലയെല്ലാം പുരട്ടിയാടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏച്ചി ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടാപ്പി അൻഷി അപ്പുറത്ത് പോയിട്ട് വത്തക്ക മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വത്തക്ക കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനക്കും കിട്ടിയ ഒരു പീസ്. അപ്പോൾ ഈ ചൂടിന് വത്തക്ക തിന്നുമ്പോൾ ഒരു ആശ്വാസമല്ലേ അല്ലേ. അങ്ങനെ പിന്നെ ആ സമയം കൊണ്ട് അനിഷ വേഗം ചിക്കൻ കറി അടുപ്പത്താക്കി. ചിക്കൻ ഇതാ നല്ല വറുത്തരച്ച ചിക്കൻ കറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുറത്തടുപ്പിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്നാമത് എൻ്റെ അടുക്കളയല്ല ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് കേട്ടോ. ആ വർക്ക് ഏരിയൻ്റെ അകത്ത് അത്രയും സ്പേസ് ഇല്ല. നമുക്ക് 4 ആക്കൊന്നും നിന്നിട്ട് കുക്ക് ചെയ്യേണ്ട അത്ര സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ നെയ്ച്ചോറും ചിക്കനും ആക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. സദ്യ ആകുമ്പം നമുക്ക് കുറച്ചും കൂടെ പണികളുണ്ടല്ലോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് ചെയ്യേണ്ട സ്പേസ് ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളിതാ പുറത്തെ അടുപ്പിൽ നിന്നാണ് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കുന്നത്. അങ്ങനെ ചിക്കൻ കറി വാങ്ങി നെയ്ച്ചോറിനുള്ള അരി ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അൻഷിയും ഏച്ചിയാണ് ഫുൾ നെയ്ച്ചോറിൻ്റെ പരിപാടികളെല്ലാം ചെയ്തത് അവരാണ്. അപ്പോൾ എടുത്തുമ്പോൾ ഇതാകത്ത് പായസം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേമിയ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിനി. അങ്ങനെ നമ്മളെ ചോറും കറിയും പായസവും എല്ലാം റെഡി ആയിട്ടുണ്ട്. വേഗം റെഡി ആയിന് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് വേഗം നെയ്ച്ചോറും ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മളിതാ പിള്ളേരെ ഇരുത്തി പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്ച്ചോറും ചിക്കനും ചള്ളാസും പിന്നെ മാങ്ങയച്ചാറും ഏച്ചി വരുമ്പം അമ്മമ്മ മാങ്ങയച്ചാറാക്കിയിട്ടുണ്ടായിന് പയ്യന്നൂർ. അങ്ങനെ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഇതാ ഇവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടവും കൂടി ഉണ്ടായിന്, പക്ഷേ ആക്കാൻ മറന്നുപോയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ രാത്രി ആക്കി കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അമ്മയും പൃഥ്വിയേട്ടനും പ്രതീക്ഷേട്ടനും എല്ലാവരും ഫുഡ് കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ 4 ആളും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും പായസവും ചള്ളാസും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് 4 ആളും കൂടെ നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ ആ ജനലിൻ്റെ അടുത്തുനിന്ന് വല്ലാണ്ട് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ക്ലിയർ ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നത് അതുകൊണ്ട് നമ്മളെ മുഖമൊന്നും തിരിയുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ കുറേ സമയം ഇങ്ങനെ ഇറയത്തിരുന്നിട്ട് ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. അതിൻ്റെ ഇടയിൽ ദേവൂട്ടിയെല്ലാം നല്ല ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പൊളിച്ചൊക്കെ എണീറ്റതല്ലേ, അതുകൊണ്ട് നല്ല ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇവരുടെ ഇരുന്ന് വർത്തമാനമെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളെല്ലാ കുട്ടിപ്പട്ടാളങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എന്തോ കളിക്കുവാണേ. ഒരു കളറ് പറഞ്ഞിട്ടുള്ളൊരു കളിയില്ലേ, ഡും ആരാണെന്ന് വെച്ചിട്ട് ഒരു കളറ് ഒരാൾ പറയും. അപ്പം ബാക്കി എല്ലാവരും ഓടിപ്പോയിട്ട് ആ കളറ് തൊടണം. അങ്ങനെയുള്ളൊരു കളി കളിക്കലാന്ന് കേട്ടോ അവർ. അങ്ങനെ പിന്നെ കുറേ സമയം ഇവർ കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നേ. കളിക്കാൻ പോകുന്നില്ല. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഇവരിതാ കുളിച്ച് ഫ്രഷായിട്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ തലേദിവസം വൈകുന്നേരവും അന്ന് രാവിലെ എല്ലാം പൊട്ടിച്ചതിൻ്റെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അപ്പുറത്തുള്ളതും കൂടി എടുത്തിട്ട് വന്നിട്ട് ഇതാ എല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കാൻ പോകാൻ കേട്ടോ. കുറച്ചും ഉണ്ടായിട്ടില്ല കേട്ടോ. ഏകദേശം തലേന്നും രാവിലെ ആയിട്ട് പൊട്ടിച്ച് തീർത്തിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ബാലൻസ് ഉള്ളത് ഇവരിതാ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ലുഡോ കളിക്കുവാന്ന് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് ലുഡോ കളിക്കലാണ്. കുറേ സമയം പിന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. 6 ആളങ്ങനെ വന്നിട്ടാ കളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ തീരണമെങ്കിലും കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വിഷുവാഘോഷം. ഇനിയിപ്പോൾ എന്നാൽ രാത്രി എപ്പത്തെയും പോലെ ഫുഡ് കഴിക്കും എല്ലാവരും. ഉച്ചക്കത്തെ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അത്രയേ ഇല്ല കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് തന്നെ ബാക്കിയുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാവരും കൂടെ കഴിക്കും. എല്ലാവരും ഓരോരോ വീട്ടിൽ പോയി കിടന്നുറങ്ങും കേട്ടോ. അത്രയേ ഉള്ളൂ. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിനും വിഷുവിനെല്ലാം പിന്നെ ഇവിടെ ആഘോഷിച്ചിട്ട് ഉച്ചക്ക് ഫുഡും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ വീട്ടിലേക്ക് പോകും കേട്ടോ. പയ്യന്നൂരേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം പയ്യന്നൂർ വിഷു ഇല്ല.
അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും അടി ഉണ്ടാവില്ല, അവർക്കൊന്ന് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ അവരിപ്പം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വിഷു ആഘോഷം. നിങ്ങളും എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.